ഇതൊന്നും മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെച്ച് നോക്കിയോ, ഒരു 15 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം വന്നേ പറ്റൂ. ഇനി വരാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ഇട്ടോ, എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. കാരണം ഇത് 10,000-കണക്കിന് ആൾക്കാരുടെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഫലപ്രദമായിട്ടൊരു കാര്യമാണ്. ഹാപ്പിനെസ് സ്റ്റിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല, കാരണം ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഇമോഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സന്തോഷമുള്ളൊരു കാര്യം പറ്റുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് വരുന്ന എന്താണ്, എന്ത് എക്സ്പ്രഷനാണ് വരിക? സ്മൈലാണ് അല്ലേ? നമ്മൾ ചിരിക്കും അറിയാതെ. നോർമലി ബ്രെയിൻ്റെ ഒരു കെമിസ്ട്രിയും അതിൻ്റെ ഒരു ഓവറോൾ ബയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾക്ക് വരുന്ന ഇമോഷൻ അതനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ് നമ്മൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എവറി ഇമോഷൻ ലീഡ്സ് ടു ആൻ ആക്ഷൻ. ഏത് ഇമോഷനും ഇല്ലേ, ഞാനിപ്പോൾ വളരെ ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ ദുഃഖിതനാണെന്നുള്ളത്. ഞാൻ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ അതും കണ്ടാൽ എൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ ഫേസും കണ്ട് അറിയാൻ പറ്റും. ഞാൻ എക്സൈറ്റഡ് ആണെങ്കിൽ അത് അറിയാൻ പറ്റും. സോ എവറി ഇമോഷൻ ആക്ച്വലി ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആൻ ആക്ഷൻ. കാരണം ഇതിനകത്ത് കുറേ ന്യൂറോ കെമിക്കൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളത് ചേഞ്ച് ദി ആക്ഷൻ ടു ഗെറ്റ് ദ ഡിസൈർഡ് ഇമോഷൻ എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടാവും അത്? അതായത് നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൗൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന പോസ്റ്റർ തന്നെ മാറിപ്പോകും. തലയെ കുമ്പിട്ട് തലയ്ക്ക് കൈ കൊടുത്തായിരിക്കും ഇരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ആ പൊസിഷനിൽ നിന്ന് ഹാപ്പിനെസ്സിലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടത്. അല്ല, ദുരന്തത്തിൽ തന്നെ ജീവിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഹാപ്പിനെസ്സിലേക്കാണ് വരേണ്ടത്. എനിക്ക് കുറച്ചുകൂടി എക്സൈറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, ആ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമോഷൻസിലും ആ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഫിസിയോളജി ക്യാൻ ചേഞ്ച് യുവർ സൈക്കോളജി. അതുപോലെ തന്നെയാണ് സന്തോഷം, ഹാപ്പിനെസ്. നമുക്ക് ഒരു വിഷമിച്ചിരിക്കുകയാണ്, എനിക്ക് എന്നാലും കുറച്ച് സ്മൈൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ സ്മൈൽ നമുക്ക് വരുത്താൻ പറ്റും. ബ്രെയിൻ്റെ ഒരു മെക്കാനിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ചുണ്ടിന്റെ രണ്ടറ്റത്തുള്ള മസിലുകൾ പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ആക്ഷനാണ് സ്മൈൽ. ഞാൻ പറയുമ്പോൾ വളരെ കൃത്രിമമായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ സാധാരണ സന്തോഷകരമായ ഒരു കാര്യം വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഈ മസിലുകൾ വലിയുകയും നമ്മുടെ മുഖത്തെ പല പേശികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതനുസരിച്ചാണ് നമുക്ക് ആ ചിരി എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. അത് സന്തോഷം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണെങ്കിൽ ഈ പറയുന്ന പ്രതിഭാസം നമുക്ക് ഉണ്ടാക്കാവുന്നുണ്ടെങ്കിൽ ഈ ചിരി എന്ന് പറയുന്ന ഇമോഷൻ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ആർട്ടിഫിഷ്യലായിട്ട് വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം. സ്മൈൽ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇത് വളരെ സിന്തറ്റിക് അല്ലേ എന്നൊക്കെ തോന്നിയെന്ന് വരാം. അങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുക. കുറച്ച് നേരം നിങ്ങളിങ്ങനെ മുഖത്ത് ആ ചിരി ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ സന്തോഷം പയ്യെ ഉള്ളിൽ വരുന്നുണ്ടാവും. ട്രൈ നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കമന്റ് ഒക്കെ ഇടുന്നവർക്ക് അത് കഴിഞ്ഞാൽ കമന്റ് ഇടാവും. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഹാപ്പിനെസ് സ്റ്റിക്ക്. ഹാപ്പിനെസ് സ്റ്റിക്ക് എന്നുള്ളത് പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർ സ്വന്തമായിട്ട് ചില സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഒരു പെന്നാണ്, വിട്ടിരുന്ന ഒരു പെന്നാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊന്നും മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെച്ച് നോക്കിയോ, ഒരു 15 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം വന്നേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പേനയോ പെൻസിലോ കൈ കൊണ്ടുകൊടുക്കുന്ന നല്ലൊരു ഐഡിയ ആയിരിക്കും. ഏതെങ്കിലും സമയത്ത് കുറച്ച് സന്തോഷം കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സങ്കടകരമായ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് സ്റ്റിക്ക് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്.